നമസ്തേ ബच्चों, എല്ലാവർക്കും സീറ്റ് ഹിന്ദിയുടെ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചട്പട് ഓർ നാട്കട്ട് എന്നുള്ള ചാപ്റ്റർ എടുത്തു. ഇനി അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ആക്ടിവിറ്റീസുകൾ നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. അതൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കിക്കോളൂ. കഹാനിക്ക് പാത്രോങ്കി വിശേഷതായും പഹച്ചാനെ സഹി മിലാൻ കരെ. കഹാനിക്ക് പാത്രോങ്കി, അതായത് നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളുടെ വിശേഷതകൾ പഹച്ചാനെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് സഹി മിലാൻ കരെ, ശരിയായവ തമ്മിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ 2 പേരുകൾ തന്നിട്ടുണ്ട് അല്ലേ, നട്കട്ട് ചട്ടുപട്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളാണ് ആരൊക്കെ, നട്കട്ടും ചട്ടുപട്ടും. പിന്നെ റൈറ്റ് സൈഡിലെ കോളത്തിൽ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അത് വായിച്ച് ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ആര് ചെയ്തതാണ്, ആരുമായിട്ടാണ് ചേരുന്നത് എന്നുള്ളത്. നട്കട്ടിന് ചേരുന്നത് നട്കട്ടിന് നേരെ വരയ്ക്കുക, ചട്ടുപട്ടിന് ചേരുന്നത് ചട്ടുപട്ടിൻ്റെ നേരെയും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. കാഗസ് കാ നാവ് ബനാന ആത്താ ഹെ, കടലാസിൻ്റെ തോണി ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. അപ്പോൾ ആർക്കാണ് അവിടെ കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയാമായിരുന്നത്? ആർക്കായിരുന്നു? അതിൻ്റെ നേരെ വരയ്ക്കുക. ആർക്കായിരുന്നു? നട്കട്ടിനാണ്. അപ്പോൾ നട്കട്ടിൻ്റെ നേരെ വരയ്ക്കുക. ഇനി നദീമേ തൈർന ആത്താ ഹെ, നദീമേ തൈർന ആത്താ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? നദിയിൽ നീന്താൻ അറിയാമായിരുന്നു. ആർക്കായിരുന്നു നദിയിൽ നീന്താൻ അറിയാൻ പറ്റിയിരുന്നത്? ചട്ടുപടിനാണ്. അപ്പോൾ ചട്ടുപടിലേക്ക് വരയ്ക്കുക. ബാഗ് സെ ആം തോടുത്താ ഹെ, ബാഗ് സെ തോട്ടത്തിൽ നിന്ന്, മാങ്ങ, ആമെന്ന് പറഞ്ഞാൽ എന്താണ്? മാങ്ങ. തോടുത്താ ഹെ പറിച്ചിരുന്നു. അപ്പോൾ ആരാണ് തോട്ടത്തിൽ നിന്ന് മാങ്ങ പറിച്ചിരുന്നത്? നട്കട്ട്. അപ്പോൾ നട്കട്ടിലേക്ക് വരയ്ക്കുക അല്ലേ. അടുത്ത എന്താണ്? മാസെ ശിക്കായത് കർത്താ ഹെ, അമ്മയിൽ നിന്ന് അല്ലേ, അമ്മയോട് പരാതി പറഞ്ഞിരുന്നു. അമ്മയോട് എപ്പോഴും പരാതി പറഞ്ഞിരുന്ന ആരാണ്? ചട്ടുപട്ടാണ്. അപ്പം ചട്ടുപട്ട് മാസെ ശിക്കായത് കർത്താ ഹെ. അടുത്ത് നോക്കിയോ. ബർഗദ് കി ജഡേ പക്കഡ് കർ ഝൂല ചുൽത്താ ഹെ. ബർഗദ് കി ജഡേ പക്കഡ് കർ, നമുക്കറിയാം അല്ലേ, ആ ആൽമരത്തിൻ്റെ, ആ വൃക്ഷത്തിൻ്റെ വേര് പിടിച്ചുകൊണ്ട് അല്ലേ, പക്കഡ് കർ ഝൂല ചുലാത്താ ഹെ അല്ലേ, ഓടുമായിരുന്നു, മറ്റേ ഊഞ്ഞാലാടുമായിരുന്നു. അപ്പോൾ അതേതാണ്, ആ വേരെ പിടിച്ചു കിടന്ന് ഊഞ്ഞാലാടിയത് ആരാണ്? അത് നേരെ വരയ്ക്കുക. ആരായിരുന്നു? നട്കട്ടാണ്. അപ്പോൾ നട്കട്ട് ബർഗദ് കി ജഡേ പക്കഡ് കർ ഝൂല ഝുൽത്താ ഹെ. അടുത്തത് ചോട്ടേക്ക ഹാത്ത് പക്കഡ് കർ ദൗഡ്താ ഹെ. ചോട്ടേക്ക ചെറിയവൻ്റെ, ഹാത്ത് പക്കഡ് കർ കൈ പിടിച്ചുകൊണ്ട്, ദൗഡ്താ ഹെ ഓടിയിരുന്നു. അപ്പോൾ ആരാണ് ഇളയാളുടെ കൈ പിടിച്ച് ഓടിയിരുന്നത്? നമുക്കറിയാം അല്ലേ, മൂത്തയാളായ ചട്ടുപടാണ്. അപ്പോൾ ചട്ടുപടിൻ്റെ നേരെ വയ്ക്കുക. ചട്ടുപട് ചോട്ടേക്ക ഹാത്ത് പക്കഡ് കർ ദൗഡ്താ ഹെ. അപ്പോൾ ഇത്രയാണ് മാച്ച് ദ ഫോളോയിങ്ങിലുള്ളത്. ഇത് നന്നായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത കൊടുത്തിട്ടുണ്ട് സഹി പ്രസ്താവന ചുൻകർ ലിഖേ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് അതിൻ്റെ വായിച്ചിട്ട് നമുക്ക് അർത്ഥം പറയാം. എന്നിട്ട് അതിലേതൊക്കെയാണ് ശരിയെന്ന് നിങ്ങൾ എടുത്തെഴുതുക. ദോനോ ഭായി അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹെ. ദോനോ ഭായി, 2 സഹോദരന്മാരും അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹെ, തൻ്റെ ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു പഠിക്കുന്നത്. അത് ശരിയാണോ എന്നുള്ളത് എഴുതുക. നട്കട്കോ ഗിട്ടി പരൗന ആത്താ ഹെ. നട്കട്കോ ഗിട്ടി പരൗന ആത്താ ഹെ, നട്കട്ടിന് കല്ലെറിയാൻ അറിയാമായിരുന്നു. നട്കട്ട് ഹമേശ റോത്തേ ഹുയെ സ്കൂൾ ആത്താ ഹെ. നട്കട്ട് എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ വന്നിരുന്നത്. ബഡാ ഭായി 5വീ കക്ഷാ മേ പഠിത്താ ഹെ. ബഡാ ഭായി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബഡാ ഭായി ആരാ? ചേട്ടൻ അല്ലേ, വലിയ സഹോദരൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചട്ടുപട്ട് കോ സ്കൂൾ കെ രാസ്തേ മേ കൈ ബാർ ചോട്ടേക്ക ഇന്തസാർ കർന പഠിത്താ ഹെ. ചട്ടുപട്ട് സ്കൂളിൽ പോകുന്ന വഴിയിൽ കൈ ബാർ ചോട്ടേക്ക ഇന്തസാർ കർന പഠിത്താ ഹെ, ഒരുപാട് പ്രാവശ്യം എന്താണ്, സഹോദരനെയും പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. അതായത് നട്കട്ടിനെയും നോക്കി നിൽക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മീനിങ്സ്. ഇതിലേതൊക്കെയാണ് ശരിയെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാം. ഏതൊക്കെയാണ്? നട്കട്കോ കിട്ടി പരൗന ആത്താ ഹെ അല്ല, നട്കട്ടിനെ കല്ലെറിയാൻ അറിയാമായിരുന്നു, അത് ശരിയാണ്. പിന്നെ ഏതാണ് ശരിയായിട്ടുള്ളത്? ബഡാ ഭായി 5വീ കക്ഷാ മേ പഠിത്താ ഹെ.
അടുത്തത് चटपट को स्कूल के रास्ते में कई बार छोटे का इंतज़ार करना पड़ता है. അപ്പോൾ ഇതിൽ 3 എണ്ണം അല്ലേ ശരിയായിട്ടുണ്ട്, അത് എടുത്തെഴുതുക. ഒന്നുകൂടി പറയാം. नटखट को गिट्टी परवना आता है, बड़ा भाई 5वीं कक्षा में पढ़ता है, चटपट को स्कूल के रास्ते में कई बार छोटे का इंतज़ार करना पड़ता है. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പോസ്റ്റർ. അപ്പോൾ നമുക്ക് പോസ്റ്റർ നോക്കാം. പോസ്റ്റർ തയ്യാർ കരി എന്ന് പറഞ്ഞാൽ പോസ്റ്റർ ഉണ്ടാക്കാനാണ്. ചട്ടപ്പട്ട് ने नदी में कूद कर नटखट की जान बचाई. ചട്ടപ്പട്ട് നദിയിൽ ഇറങ്ങിയിട്ട് നട്കട്ടിൻ്റെ ജീവൻ രക്ഷിച്ചു. മാനിലെ इस पर स्कूल में बधाई समारोह हो रहा है, इसके लिए പോസ്റ്റർ തയ്യാർ കരെ. എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് इस पर स्कूल में बधाई समारोह, സ്കൂളിൽ ബധായി സമാരോഹ് എന്ന് പറഞ്ഞ് ഇതിനെ പ്രശംസിച്ചു കൊണ്ടുള്ള ഒരു പരിപാടി നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചട്ടപ്പട്ട് നദിയിൽ ചാടി നട്കട്ടിൻ്റെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് സ്കൂളിൽ അതിനെ പ്രശംസിച്ചു കൊണ്ടുള്ള ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പോസ്റ്റർ തയ്യാറാക്കരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? അതിനൊരു ശീർഷക കൊടുക്കണം അല്ലേ, എന്ന് പറഞ്ഞാൽ ഒരു ഹെഡിങ് കൊടുക്കണം. എന്താണ് അതിന് കൊടുക്കേണ്ടത്? എന്തിൻ്റെ സമാരോഹമാണ് അവിടെ നടത്തുന്നത്? ബധായി സമാരോഹമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തു ബധായി സമാരോഹ്. ഇനി എന്താണ് വിഷയം? ചട്ടപ്പട്ട് ने नदी में कूद कर नटखट की जान बचाई അല്ലേ. ചട്ടപ്പട്ട് നദിയിൽ ഇറങ്ങിയിട്ട് അല്ലേ ആരുടെ ജീവൻ രക്ഷിച്ചു? ആ നട്കട്ടിൻ്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ് നമുക്കവിടെ വിഷയമായിട്ട് കൊടുക്കേണ്ടത്. ഇനി എന്താണ്? ആരെയാണ് അവിടെ എന്തിൻ്റെ പരിപാടിയാണ് അവിടെ നടക്കുന്നത്? ചട്പട്ട് കി ബധായി സമാരോഹമാണ് അല്ലേ. ചട്പട്ടിനെ ആദരിക്കുന്ന ചടങ്ങാണ് അല്ലേ. അതായത് അവനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്, നമ്മൾ എല്ലാ പോസ്റ്ററിലും എഴുതണം സമയ, താരീഖ്, സ്ഥാൻ, ഇത്രയും കാര്യങ്ങൾ വേണം. അതിൽ താരീഖ് നോക്കിയോ, ഡേറ്റ് എഴുതണം അല്ലേ. എന്താണ് ഏത് ഡേറ്റിനാണ് ഈ പരിപാടി നടക്കണമെന്ന് അല്ലേ. അപ്പോൾ ആ ഡേറ്റ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സമയം അല്ലേ, എപ്പോഴാണ് പരിപാടി നടക്കുക? സ്കൂളിലൊക്കെ രാവിലെ അസംബ്ലിയുടെ സമയത്തൊക്കെ ആയിരിക്കും പരിപാടി സംഘടിപ്പിക്കുക. അപ്പോൾ സവേരെ അല്ലെങ്കിൽ സുബഹ് 10 ബജെ, രാവിലെ 10 മണി എന്നെഴുതുക. പിന്നെ സ്ഥാൻ എവിടെയാണ്? സ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ പരിപാടി നടക്കുന്ന സ്ഥലം അല്ലേ. സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എവിടെയാണ്? നമ്മുടെ സ്കൂളാണ്. അപ്പോൾ സ്കൂൾ സഭാഗ്രഹ് അല്ലെങ്കിൽ സ്കൂൾ ഹാൾ എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. പിന്നെ നമ്മുടെ പരിപാടി നടക്കുമ്പോൾ സ്കൂളിൽ ഒരു ഉദ്ഘാടകൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ സ്കൂളിലൊക്കെ ആകുമ്പോൾ ആരായിരിക്കും? പ്രധാന അധ്യാപകരായിരിക്കും അല്ലേ. അപ്പോൾ പ്രധാന അധ്യാപക്, അതായത് HM ഉണ്ടാകും അല്ലേ. അങ്ങനെ പ്രധാന അധ്യാപക് എന്ന് കൊടുക്കുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ എഴുതും സബ്ക സ്വാഗതം അല്ലെങ്കിൽ സബ്ക ഹാർദിക് സ്വാഗതം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അല്ലേ, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വാഗതം എന്ന് കൊടുക്കും. അപ്പോൾ അതും കൂടി എഴുതിയിട്ട് നമുക്ക് ആ പോസ്റ്റർ നിർത്താം. അപ്പോൾ എന്തൊക്കെ വേണം? ബധായി സമാരോഹ് എന്ന ഹെഡിങ് കൊടുക്കണം. പിന്നെ എന്താണ് വിഷയം, പിന്നെ താരീഖ്, സമയ, സ്ഥാന്, ഉദ്ഘാടൻ, സബ്കാ ഹാർദിക് സ്വാഗതം എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് പോസ്റ്റർ. അപ്പോൾ ഇതാണ് അതിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസുകൾ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.